ഹായ്, ഇന്നത്തെ വീഡിയോ കളക്ഷൻ അപ്ഡേറ്റുകളും മൂവി അപ്ഡേറ്റുകളുമാണ്. ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് നോക്കാം നമുക്ക്. 9 കോടി ബജറ്റിൽ തിയേറ്ററിലെത്തി ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് രേഖാചിത്രം. ഈ വർഷത്തെ ആദ്യ വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഇന്ന് സോണി ലിവിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. കേരളത്തിൽ 26 കോടി 85 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ സ്വന്തമാക്കിയത്. കേരളത്തിന് പുറത്ത് 5 കോടിയും ഈ സിനിമ സ്വന്തമാക്കി. ഓവർസീസ് കളക്ഷനായിട്ട് 25 കോടി 45 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് 57 കോടി 30 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 9 കോടി ബജറ്റിൽ വന്നിട്ട് ഒരു വലിയൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഇന്ന് സോണി ലിവിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കണ്ട് ആസ്വദിക്കാം. ഈ വർഷത്തെ രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ സിനിമയാണ്, ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 14 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കിയാൽ, അതായത് ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തത്. സിനിമ ഇന്നലെ വരെ മാർച്ച് 5 വരെയുള്ള കളക്ഷൻ പുറത്തു വരുമ്പോൾ 24 കോടിയാണ് കേരള കളക്ഷനായിട്ട് വന്നിട്ടുള്ളത്. 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി നോക്കിക്കഴിഞ്ഞാൽ 45 കോടിക്ക് അടുത്ത് ഈ സിനിമയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ട് ാണ് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. 2025 ബോളിവുഡിലെ വമ്പൻ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് വിക്കി കൗശാൽ, രശ്മിക മന്ദാന എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചാവ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ 19 ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ ഏകദേശം 670 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ശ്യാം പുഷ്കരൻ എഴുതി മധു സി നാരായണൻ സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം, സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തി 2019 റിലീസ് ചെയ്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ മൂവിയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ. ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയിരുന്നു. നാളെ മാർച്ച് മാസം 7-ാം തീയതി ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ രണ്ടാമതും കാണാൻ പോകുന്ന ആരൊക്കെ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ലാലേട്ടൻ്റെ എമ്പുരാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ സെൻസറിങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് ഈ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് പുറത്തു വന്നു. UA സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 179 മിനിറ്റ് 52 സെക്കൻഡാണ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഏകദേശം 3 മണിക്കൂർ തന്നെയാണ്. 3 മണിക്കൂറിന് 8 സെക്കൻഡ് കുറവേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടായിരുന്ന ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ 2 മണിക്കൂർ 54 മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം വന്നിരുന്നത്. ഇനി നമുക്ക് എമ്പുരാൻ്റെ മറ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഷോ എപ്പോൾ എന്നറിയാനാണ്. 6 മണിക്കാണോ, പുലർച്ചെ 6 മണിക്കാണോ, 7 മണിക്കാണോ, പുലർച്ചെ 4 മണിക്ക് ഷോ ഉണ്ടോ എന്നൊക്കെ അറിയാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത്. എന്തായാലും അടുത്ത എമ്പുരാൻ്റെ അപ്ഡേറ്റുകൾ മാർച്ച് മാസം എമ്പുരാൻ്റെ മാസമാണ്. അപ്പോൾ മാർച്ച് മാസത്തെ എമ്പുരാൻ്റെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകളും കളക്ഷൻ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.